നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. 2027 AFC ഏഷ്യൻ കപ്പ് നടക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ്. അതിനുള്ള ക്വാളിഫയർ റൗണ്ട് മത്സരങ്ങളുടെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞല്ലോ. അതിൽ 6 ഗ്രൂപ്പുകളിലാണ് ടീമുകൾ തിരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഹോങ്കോങ്ങും സിംഗപ്പൂരും ബംഗ്ലാദേശുമാണുള്ളത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ടീമുകൾക്ക് മാത്രമേ ഇനി AFC ഏഷ്യൻ കപ്പിന് ക്വാളിഫിക്കേഷനുള്ളൂ. ഓൾറെഡി 18 ടീമുകൾ ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കി. ഇനി ഈ ക്വാളിഫയറിലൂടെ 6 ടീമുകൾ കൂടിയെത്തും. ചുരുക്കത്തിൽ ഇന്ത്യക്ക് ഹോങ്കോങ്ങും സിംഗപ്പൂരും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന ഈ ഗ്രൂപ്പിൽ നിന്ന് ചാമ്പ്യന്മാരായാലാണ് സൗദി അറേബ്യയിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കുക. അപ്പോൾ അതിനുള്ള ക്വാളിഫയർ മത്സരങ്ങൾ ആരംഭിക്കുന്നത് 2025 മാർച്ചിലാണ്. 2025 മാർച്ച് മുതൽ 2026 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലെ ഫിഫ ഡേറ്റുകളിലാണ് ഈ മത്സരങ്ങൾ അരങ്ങേറാൻ പോകുന്നത്. ഈ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ്. കാരണം കൂട്ടത്തിൽ ഹയർ റാങ്ക് ഉള്ളത് ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 127 ഫിഫ റാങ്ക്. പിന്നെ വരുന്ന ടീം ഹോങ്കോങ് ആണ്. ഹോങ്കോങ്ങിൻ്റെ ഫിഫ റാങ്ക് 156. സിംഗപ്പൂരിൻ്റെ ഫിഫ റാങ്ക് 161. ബംഗ്ലാദേശിൻ്റെ ഫിഫ റാങ്ക് 185. സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പിൽ ഇന്ത്യക്ക് തന്നെയാണ് ഒരു ഫേവറേറ്റ്സ് എന്നുള്ള പട്ടം ചാർത്തി കൊടുക്കാൻ പറ്റുക. അപ്പം ഇന്ത്യയുടെ കോച്ച് മനോലോ മാർക്കസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പ്രതികരിക്കുകയുണ്ടായി. ടൈംസ് ഓഫ് ഇന്ത്യ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത്, ഞങ്ങളാണ് ഈ ഗ്രൂപ്പിലെ ടോപ്പ് ടീം. അതേസമയം നമ്മൾ മികച്ച രൂപത്തിലുള്ള പ്രകടനം, എന്തുകൊണ്ട് ഫേവറേറ്റ്സ് എന്നത് കാണിക്കുന്ന തരത്തിലുള്ള പ്രകടനം നടത്തിയെങ്കിലേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ഓരോ ടീമുകളെയും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഹോങ്കോങ് ഇപ്പോൾ നല്ല രൂപത്തിൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നാച്ചുറലൈസ്ഡ് പ്ലെയേഴ്സ് ഉണ്ട്. പിന്നെ കോച്ച് ആഷ്ലി വെസ്റ്റ്വുഡ്, അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിനെ അറിയാവുന്നയാളാണ്. സോ സ്വാഭാവികമായിട്ടും അത്ര എളുപ്പമല്ല അവർക്കെതിരെയുള്ള മത്സരം. പിന്നെ നമ്മൾ കളിക്കുക ബംഗ്ലാദേശിനെതിരെ ആയിരിക്കും. അവർക്കെതിരെയാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച്. എപ്പോഴും നമ്മൾ സാഫ് ചാമ്പ്യൻഷിപ്പിലും മറ്റുമൊക്കെ ഓപ്പണൻസ് ആയിട്ട് കാണുന്ന ടീമാണ് അവരും മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീമാണ്. നമുക്ക് കൃത്യമായിട്ട് കലണ്ടർ അറിയാം. നമ്മുടെ മുന്നിൽ 6 മത്സരങ്ങളാണുള്ളത്. സോ ഒരു ഗ്രൂപ്പിൽ ടോപ്പാവുക എന്നുള്ളതാണ് ഏഷ്യൻ കപ്പിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും നടത്തുക എന്ന് മനോലോ പറയുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഗ്രൂപ്പല്ല എന്ന് പലരും ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം ബംഗ്ലാദേശ് പോലും പണി തരാമെന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ എന്ന്. എന്നാൽ അങ്ങനെയല്ല. നിലവിൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ ബ്ലൂ ടൈഗേഴ്സ് തന്നെയാണ്. ആ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ AFC ഏഷ്യൻ കപ്പിന് ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. അപ്പം മത്സരങ്ങളുടെ ഷെഡ്യൂൾ നോക്കിയാൽ ആദ്യ മത്സരം വരുന്നത് മാർച്ച് മാസത്തിൽ ഹോം മത്സരമാണ്. ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളിക്കും. അത് മാർച്ച് 25. അതിനുശേഷം പിന്നെ വരുന്ന ഫിഫ ഡേറ്റ് ജൂണിലാണ്. ജൂൺ 10 ഹോങ്കോങ്ങുമായിട്ട് എവേ മത്സരം കളിക്കുന്നു. അതിനുശേഷം ഒക്ടോബറിലെ ഫിഫ ബ്രേക്കിൽ ഒക്ടോബർ 9 ഇന്ത്യ സിംഗപ്പൂരുമായിട്ട് ഹോം മത്സരം കളിക്കും. ഒക്ടോബർ 14 സിംഗപ്പൂരുമായിട്ട് ഇന്ത്യ എവേ മത്സരവും കളിക്കുന്നത്. സോ ഒക്ടോബറിൽ 2 മത്സരങ്ങൾ സിംഗപ്പൂരുമായിട്ട് കളിക്കും. പിന്നെ നവംബർ 18 2025 ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ എവേ മത്സരം കളിക്കും. അതിനുശേഷം മാർച്ച് 31 2026 ഇന്ത്യ ഹോങ്കോങ്ങിനെതിരെ ഹോം മത്സരം കളിക്കും. ചുരുക്കത്തിൽ 2025 മാർച്ച് 25 ബംഗ്ലാദേശിനെതിരെ കളിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ക്വാളിഫയർ മത്സരങ്ങൾ ആരംഭിക്കുക. മികച്ച പ്രകടനം നടത്തി ഗ്രൂപ്പിൽ ഒന്നാമതായെങ്കിൽ മാത്രമേ സൗദി അറേബ്യയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ AFC ഏഷ്യൻ കപ്പിലടക്കം ഇന്ത്യ കളിച്ചിട്ടുണ്ട്. അത് തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.